ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള മാഞ്ഞാലി എന്ന സ്ഥലത്തുള്ള മാഞ്ഞാലി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഈ ബിരിയാണി തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ ബിരിയാണി ദമ്മിടുകയൊന്നും ചെയ്യില്ല. ബിരിയാണി റൈസ് വേറെയും മസാല വേറെയുമായി കുക്ക് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒന്നിച്ച് സെർവ് ചെയ്യുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഈ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 1.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കിയതാണ്. എന്നിട്ട് വെള്ളം പോകാൻ വെച്ചിട്ട് വെള്ളമെല്ലാം പോയതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ഞൾ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നാരങ്ങാ നീരാണ്, 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എന്നാലാണ് മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുകയുള്ളൂ. 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. 1/2 അവർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വേറെ ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചിക്കൻ ഫുള്ളും ആഡ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മറ്റേ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മിനിറ്റ് നേരം 2 സൈഡും കുക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും 2 മിനിറ്റ് വീതം കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ചിരുന്ന ആ പാത്രം ഉണ്ടല്ലോ, അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു. അതും കൂടി ഈ ഫ്രൈ ചെയ്യുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു. എന്നിട്ടൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ആ സമയത്ത് ഞാൻ സവാള നന്നാക്കി എടുക്കുന്നുണ്ട്. 7 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുതാണെങ്കിൽ 6 എണ്ണം മതിയായിരിക്കും. 1.5 കിലോ ചിക്കന് 6 7 സവാള എടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് തുറന്നിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മസാലയുടെ ആ വെള്ളമുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നീട് നമുക്കിത് ആവശ്യം വരും. അതുകൊണ്ടാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. മസാലയിൽ നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ മസാലയിൽ ഇത് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ചിക്കൻ മസാലക്ക് ഒന്നുകൂടെ ഉണ്ടാവും. മസാല വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ. അപ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് വരും. പൊടിയാത്ത രീതിയിൽ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റൗവിൽ നിന്നും മാറ്റുവാണ്. എന്നിട്ട് പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ എല്ലാം മാറ്റാം. എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്, നമുക്ക് പിന്നീട് ആഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 7 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. മീഡിയം ടൈപ്പ് സവാളയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് 7 എണ്ണം, അല്ലെങ്കിൽ 6 മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർത്താൽ മതി. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തു.
സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്തു. ഇതിൽ ചില്ലി പൗഡർ അധികം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പച്ചമുളക് കുറവ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള വഴന്ന് വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർക്കണം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് പച്ച ചുവയെല്ലാം മാറിക്കിട്ടണം. പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചച്ചവ തീരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലാണ് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2-3 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് 3 തക്കാളി ഉണ്ട്, ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. 3 തക്കാളിയും കൂടി ചേർത്തു. ഒന്ന് നന്നായിട്ട് വഴറ്റി. എന്നിട്ട് അതിലേക്ക് 1 പിടി മല്ലിയിലയാണ്. മല്ലിയില കുറച്ച് അധികം ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ആദ്യം ചേർത്തതാണ്, അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഉപ്പ് ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യണം. ആ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് കുക്കാവട്ടെ. ആ സമയത്ത് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി 1/2 hour വെക്കണം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. 1/2 hour സോക്ക് ചെയ്യട്ടെ. ആ സമയത്ത് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം ചിക്കനിൽ നിന്നും എടുത്ത് വെച്ചിരുന്ന ആ മസാല ചേർന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ്റെ മസാലയുടെ ഒരു ടേസ്റ്റ് എല്ലാം ഇതിൽ വരും. പിന്നെ നാരങ്ങാനീര് 1 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ എടുത്ത് വെച്ചിരുന്ന ആ ലായനിയാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിക്കണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടും ഒന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗീ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗീയും കൂടി ഇതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ബിരിയാണിക്ക്. 2 ടീസ്പൂൺ ഗീയും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കനിൽ മസാലയും പിടിച്ചു, ഗീയും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഗീ ചേർത്തിട്ട്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ നെയ്യും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്യും 4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ട് ചോറ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് അത് ചേർക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
എന്നിട്ട് ഇത് ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സവാള. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ ഓയിലിൽ നിന്നും മാറ്റാം. അങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് നിരത്തി വെക്കണം. പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സവാള നന്നായിട്ട് നിരത്തി വെക്കണം. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് വരിക. ഓയിലിൽ നിന്നും സവാള മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുകപ്പട്ട 2 പീസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു ഒരു 3-4 ചേർക്കാം. പിന്നെ തക്കോലം 1 ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്ക ഒരു 4-5 പീസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. 6 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 4 ഗ്ലാസ്സിന് പകരമായിട്ട് വെള്ളം 6 ഗ്ലാസ്, 1.5 ഗ്ലാസ്സാണ് 1 ഗ്ലാസ് അരിക്ക് വെള്ളം വേണ്ടത്. അങ്ങനെ 6 ഗ്ലാസ് വെള്ളം തിളച്ചതും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് വെള്ളം. നന്നായിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നു. ആ അരി കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്തേ അരി ചേർക്കാൻ പാടുള്ളൂ. അരി കൂടി ചേർത്തു. ഈ സമയത്ത് ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നാരങ്ങാനീരും കൂടി ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറവ് പോലെ തോന്നി. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മല്ലിയില ഒരു പിടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 to 7 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് ഗീ റൈസായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ്സ് വേണ്ടി വരും. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. 7 മിനിറ്റ് ആയ സമയത്ത് ഞാൻ തുറന്ന് നോക്കി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കണം. വലിയ ജീരകം എന്നും പറയാറുണ്ട്, പെരിഞ്ചീരകം എന്നും പറയും. അത് 1 ടീസ്പൂൺ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ വെള്ളം അങ്ങ് വറ്റിപ്പോവും. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് കുറച്ച് ചേർത്തു. പിന്നെ പൈനാപ്പിളും ചെറിയ പീസായി കട്ട് ചെയ്തതാണ്, അതും ചേർത്തു. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ റെഡി ആവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്തു. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് സെർവ് ചെയ്യാം. ബിരിയാണി സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, സവാളയും കുറച്ച് മല്ലിയിലയും കൂടി ആദ്യം ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇതുപോലെ കമത്തുക. എന്നിട്ട് സൈഡിലാണ് ചിക്കൻ മസാല ചേർക്കുന്നത്. ഇങ്ങനെയും ഈ ബിരിയാണി സെർവ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേറ്റിൽ ആദ്യം ചിക്കൻ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് അങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.